എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് യൂട്യൂബിലെ വീഡിയോ കാറ്റഗറിയെക്കുറിച്ചാണ്. ഇത് തീരെ നിസ്സാരമായിട്ട് തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല. വീഡിയോ കാറ്റഗറി ശരിയായിട്ടുള്ള രീതിയിൽ കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ചാനലിൽ എന്തെങ്കിലും ദോഷമുണ്ടാകുമോ, അല്ലെങ്കിൽ ഈ വീഡിയോ കാറ്റഗറിയുടെ പ്രാധാന്യം എന്താണ്, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണമെന്ന റിക്വസ്റ്റും കൂടിയുണ്ട്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ധാരാളം വീഡിയോകളെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. ഒരു പുതിയ ചാനലാണെങ്കിലും ഒരുപക്ഷെ കുറച്ചധികം വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. ചില ചാനലുകൾക്ക് നല്ല രീതിയിലെല്ലാം വ്യൂസ് കിട്ടുന്നുണ്ടാവണം. എന്നാൽ ചില ചാനലുകൾക്ക് തീരെ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള വ്യൂസൊന്നും ലഭിക്കാറില്ല. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ വീഡിയോയുടെ കാറ്റഗറി ശരിയാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ നമ്മൾ ഏത് കാറ്റഗറിയാണ് കൊടുത്തിരിക്കുന്നത് അതിനനുസരിച്ചാണ് യൂട്യൂബ് കൂടുതൽ പേരിലേക്ക് അത് സജസ്റ്റ് ചെയ്യുന്നത്. കാരണം നമ്മുടെ വീഡിയോ ആർക്ക് സജസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ആർക്ക് സെർവ് ചെയ്യണമെന്ന് യൂട്യൂബിൻ്റെ അൽഗോരിതത്തിന് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ശരിയായിട്ടുള്ള രീതിയിൽ വീഡിയോ കാറ്റഗറി അവിടെ ആഡ് ചെയ്തിരിക്കണം. അപ്പോൾ യൂട്യൂബിൽ 15ഓളം വീഡിയോ കാറ്റഗറികളാണ് ഉള്ളത്. ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് കാർസ് ആൻഡ് വെഹിക്കിൾസ് ആണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം, വാഹന സംബന്ധമായിട്ടുള്ള ഏതൊരു വീഡിയോയും അല്ലെങ്കിൽ കാറുകളെക്കുറിച്ചുള്ള റിവ്യൂ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇനി രണ്ടാമത്തെ കാറ്റഗറിയാണ് കോമഡി എന്ന് പറയുന്ന കാറ്റഗറി. ലോകത്തിലും അതുപോലെ തന്നെ ഇന്ത്യയിലും ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്നതും കൂടുതൽ ഗ്രോ ചെയ്യുന്നതുമായ ഏക ഒരു കാറ്റഗറി എന്ന് പറയുന്നത് കോമഡിയാണ്. കാരണം കോമഡി ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ കോമഡി പ്രാധാന്യമുള്ള വീഡിയോ ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഈ കോമഡി കാറ്റഗറിയാണ് കൊടുക്കേണ്ടത്. അടുത്തായിട്ടുള്ളൊരു കാറ്റഗറിയാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നൊരു കാറ്റഗറി. അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കൊടുക്കേണ്ടത് എഡ്യൂക്കേഷൻ തന്നെയാണ്. ഇപ്പോൾ പലർക്കും ഒരു സംശയമുണ്ടാണ്, കൃഷി സംബന്ധമായിട്ടുള്ള ബഡ്ഡിങ് അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഹൗ ടു എന്നതിൽ പലരും കൊണ്ടേ കൊടുക്കാറുണ്ട്. അങ്ങനെയല്ല കൊടുക്കേണ്ടത്. നമ്മളൊരു കാര്യം പഠിപ്പിച്ചു കൊടുക്കുക, ഒരാളിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് എഡ്യൂക്കേഷൻ തന്നെയാണ് കൊടുക്കേണ്ടത്. ഇനി ബിൽഡിംഗ് കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം എഡ്യൂക്കേഷനിൽ തന്നെയാണ് വരേണ്ടത്. കാരണം ഒരു ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ വീട് വയ്ക്കാം, അതിൻ്റെ ഫൗണ്ടേഷൻ എങ്ങനെ ആയിരിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇത്തരം മേഖലകളിൽ വരുന്നതുകൊണ്ട് തന്നെ ഇതെല്ലാം ഒരു എഡ്യൂക്കേഷണൽ പ്രാധാന്യമുള്ളത് തന്നെയാണ്. കാരണം ഇത് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ നമ്മൾ ഒരാളെ ബോധവൽക്കരിക്കുന്നതായതുകൊണ്ട് തന്നെ അത് ഇത്തരം വിഷയങ്ങൾ തന്നെയാണ് വരേണ്ടത്. ഈ കാറ്റഗറി തന്നെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അടുത്തൊരു കാറ്റഗറിയാണ് എൻ്റർടൈൻമെൻറ്റ്. നിങ്ങൾ എൻ്റർടൈൻമെൻറ്റ് വേണ്ടി എന്ത് കാര്യങ്ങൾ ചെയ്യുന്നുവോ അതെല്ലാം നമ്മൾക്ക് എൻ്റർടൈൻമെൻറ്റ് കാറ്റഗറിയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ തന്നെ കോമഡിയും എൻ്റർടൈൻമെൻറ്റും തമ്മിൽ സംശയമുണ്ടായേക്കാം. അപ്പോൾ അത്തരം വിഷയങ്ങൾ, അതായത് ഒരാളിനെ രസിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അപ്ലോഡ് ചെയ്യുന്ന ഏത് വീഡിയോസും എൻ്റർടൈൻമെൻറ്റ് കാറ്റഗറിയിൽ കൊടുക്കാവുന്നതാണ്. അടുത്തായിട്ടുള്ളൊരു കാറ്റഗറിയാണ് ഫിലിം ആൻഡ് ആനിമേഷൻ. ഇപ്പോൾ വീഡിയോ എഡിറ്റിംഗ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളോ സിനിമയെക്കുറിച്ചുള്ള കാര്യങ്ങളോ റിവ്യൂ അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഫിലിം ആൻഡ് ആനിമേഷനിലാണ് കൊടുക്കേണ്ടത്. അടുത്തായിട്ട് കൂടുതലായിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു കാറ്റഗറിയാണ് ഗെയിമിംഗ് കാറ്റഗറി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഗെയിം എന്ന് പറയുമ്പോൾ തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇനി അടുത്തൊരു കാറ്റഗറിയാണ് ഹൗ ടു എന്ന് പറയുന്ന വളരെ വൈഡായിട്ടുള്ളൊരു കാറ്റഗറി തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണ്, അതായത് ചെറിയ ചെറിയ ക്രാഫ്റ്റുകൾ അതുപോലെ തന്നെ തയ്യലുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ അതുപോലെയുള്ള ഒരു കരകൗശല സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഹൗ ടുവിൽ കൊടുക്കാവുന്നതാണ്. ബ്യൂട്ടി ടിപ്സ് അതുപോലെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഹൗ ടു സ്റ്റൈലിൽ പെടുത്താവുന്ന മറ്റ് ചില കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ ബോഡി ഫിറ്റ്നസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ജിംനാസ്റ്റിക്, അതുപോലെ തന്നെ ഡയറ്റിങ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ശരീര സൗന്ദര്യം നിലനിർത്താനുള്ളത്, അതുപോലെ തന്നെ വെയിറ്റ് കുറക്കാനുള്ള ടിപ്സുകൾ, ഇതെല്ലാം നമുക്ക് ഹൗ ടു സ്റ്റൈലിൻ്റെ പരിധിയിൽ തന്നെ വരേണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യുന്നവരെല്ലാം അത്തരം കാറ്റഗറി തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതെല്ലാം നമ്മുടെ ചാനലിന് വളരെ നല്ലത് തന്നെയാണ്. ഇനി അടുത്തായിട്ടൊരു കാറ്റഗറിയാണ് മ്യൂസിക്. ഇപ്പോൾ സംഗീതം പഠിപ്പിക്കുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചിലർ കൊണ്ട് എഡ്യൂക്കേഷനിൽ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഒരു സംഗീതം പഠിപ്പിക്കുന്നത് എഡ്യൂക്കേഷൻ ആണെങ്കിൽ പോലും അതിനകത്ത് കൃത്യമായിട്ട് കൊടുക്കേണ്ട കാറ്റഗറി എന്ന് പറയുന്നത് മ്യൂസിക്കാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം എഡ്യൂക്കേഷൻ കൊടുത്താൽ അത് ശരിയായ രീതിയിൽ ഗ്രോ ആവുകയില്ല. ഇനി അടുത്തൊരു കാറ്റഗറിയാണ് ന്യൂസ് ആൻഡ് പൊളിറ്റിക്സ്. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഏത് കാറ്റഗറിയിൽ കൊടുക്കണമെന്നുള്ള കാര്യത്തിൽ അധികം കൺഫ്യൂഷൻ ഉണ്ടാകാൻ വഴിയില്ല. രാഷ്ട്രീയപരമായിട്ടുള്ള ചർച്ചകൾ, സംവാദങ്ങൾ എല്ലാം നമുക്ക് ഈ ന്യൂസ് ആൻഡ് പൊളിറ്റിക്സിൽ തന്നെയാണ് വരേണ്ടത്. അതിനകത്ത് ചില കാറ്റഗറികൾ നമുക്ക് വേറെയും മാറ്റി കൊടുക്കുവാനായിട്ട് കഴിയും. അത് ഞാൻ പിന്നാലെ പറയാം.
ഇനി അടുത്തൊരു കാറ്റഗറിയാണ് നോൺ പ്രോഫിറ്റ് ആൻഡ് ആക്ടിവിസം എന്ന് പറയുന്നത്. അതായത് വിശുദ്ധ നാടുകൾ, ഇപ്പോൾ മക്ക യാത്ര, അതുപോലെ തന്നെ ജെറുസലേം യാത്ര, അല്ലെങ്കിൽ അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിലെ പുരാതന ക്ഷേത്രങ്ങൾ, പുണ്യക്ഷേത്രങ്ങൾ, ഇവ സംബന്ധമായിട്ടുള്ള വീഡിയോകളാണെങ്കിൽ നമുക്ക് ഈ നോൺ പ്രോഫിറ്റ് ആൻഡ് ആക്ടിവിസം കാറ്റഗറി സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കാറ്റഗറി തന്നെയാണ്. ഇനി അടുത്തായിട്ടുള്ളൊരു വൈഡായിട്ടുള്ളൊരു കാറ്റഗറിയാണ് ഈ പീപ്പിൾ ആൻഡ് ബ്ലോഗ്സ് എന്ന് പറയുന്നൊരു കാറ്റഗറി. അപ്പോൾ നമുക്ക് ഈ ചർച്ചകളും സംവാദങ്ങളും എല്ലാം നമുക്ക് ഈ പീപ്പിൾ ആൻഡ് ബ്ലോഗ്സിൽ, അതുപോലെ തന്നെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ പീപ്പിൾ ആൻഡ് ബ്ലോഗ്സിൽ പെടുത്താവുന്നതാണ്. ഇനി അടുത്തൊരു കാറ്റഗറിയാണ് പെറ്റ്സ് ആൻഡ് ആനിമൽസ് എന്ന് പറയുന്ന കാറ്റഗറി. അതായത് മൃഗപരിപാലനം, മൃഗങ്ങളെ എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ പട്ടിക്കുട്ടികളെ വളർത്തുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ ഈ കോഴി, താറാവ് എന്നിവയെ വളർത്തുന്ന അതിൻ്റെ പരിപാലനമായിട്ടുള്ള ബ്രീഡിങ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, ഇപ്പം മുട്ട വിരിയിക്കൽ, ഇതെല്ലാം നമുക്ക് ഈ പെറ്റ്സ് ആൻഡ് ആനിമൽസിൻ്റെ കൂട്ടത്തിലാണ് പെടുത്തേണ്ടത്. ഇനി അടുത്തൊരു കാറ്റഗറിയാണ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന കാറ്റഗറി. ഇത് പേര് കേട്ടപ്പോൾ തന്നെ ഏകദേശം എല്ലാവർക്കും മനസ്സിലായി കാണും. സയൻസ് സംബന്ധമായിട്ടുള്ള എക്സ്പെരിമെൻറ്റ്സ്, അതുപോലെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഒരു ടെക് ചാനലാണെങ്കിൽ തീർച്ചയായിട്ടും സയൻസ് ആൻഡ് ടെക്നോളജിയിലാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അത്തരം വിഷയങ്ങൾ, ശാസ്ത്ര സംബന്ധമായിട്ടുള്ള ഏതൊരു വിഷയങ്ങളും ഈ കാറ്റഗറിയിൽ തന്നെയാണ് പെടുത്തേണ്ടത്. ഇനി അടുത്തൊരു കാറ്റഗറിയാണ് സ്പോർട്സ് സംബന്ധമായിട്ടുള്ള കാറ്റഗറികളെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അടുത്തൊരു കാറ്റഗറിയാണ് ഏറ്റവും അവസാനത്തത് ട്രാവൽ ആൻഡ് ഈവൻറ്റ്സ്. അതിപ്പോൾ ഈവൻറ്റ് മാനേജ്മെൻറ്റ്, അതുപോലെയുള്ള യാത്രാ വിവരണക്കുറിപ്പുകളെല്ലാം ഇതിനകത്ത് പെടുത്താവുന്നതാണ്. അപ്പോൾ ഈ യാത്ര മറ്റ് ചില കാറ്റഗറിയിലും പെടുത്താവുന്നതാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റിൽ വേണേൽ പെടുത്താം, അല്ലെങ്കിൽ പീപ്പിൾ ആൻഡ് ബ്ലോഗ്സിൽ പെടുത്താം. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ കൺഫ്യൂഷൻ ഏകദേശം എല്ലാവർക്കും മാറിക്കാണുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് നൽകുകയും വീഡിയോക്കുറിച്ച് ചില അഭിപ്രായങ്ങളെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഇതുപോലൊരു വിഷയമായി വീണ്ടും കാണാം. തൽക്കാലം ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഗുഡ് ബൈ.